ശസ്ത്രക്രിയയിലൂടെ ശരീരത്തിനുള്ളിൽ ഘടിപ്പിക്കുന്ന സർജിക്കൽ ഇംപ്ലാന്റുകൾ മിതമായ നിരക്കിൽ രോഗികൾക്ക് എത്തിക്കാനുള്ള സർക്കാർ നീക്കം ഡോക്ടർമാർ അട്ടിമറിക്കുന്നതായി ആരോപണം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ റീറ്റെയിൽ സർജിക്കൽ ഔട്ട്ലെറ്റ് ആരംഭിക്കുമെന്ന ഉത്തരവിറങ്ങി 2 വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികളില്ല. വിവിധ അസുഖങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ ശരീരത്തിനുള്ളിൽ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് ഇംപ്ലാന്റുകൾ. ഓർത്തോ, ന്യൂറോ, കാർഡിയോളജി ശസ്ത്രക്രിയകളെ തുടർന്നാണ് ഇത്തരം ഉപകരണങ്ങൾ ശരീരത്തിൽ ഘടിപ്പിക്കേണ്ടി വരുന്നത്. സ്വകാര്യ കമ്പനികൾ വൻതുകയാണ് ഇത്തരം ഉപകരണങ്ങൾക്ക് ഈടാക്കുന്നത്. രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ സഹകരണത്തോടെ 5 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർജിക്കൽ ഇംപ്ലാന്റ് ലഭിക്കുന്ന ലൈഫ് കെയർ സെന്റർ ആരംഭിക്കാൻ മന്ത്രിതല ചർച്ചയിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഉത്തരവിറങ്ങി 2 വർഷം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ലൈഫ് കെയർ സെന്റർ തുടങ്ങാനായത്. ഓരോ മെഡിക്കൽ കോളേജിലും ഇതിനായി 1500 സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമാണ് ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന്റെ പ്രാരംഭ നടപടികൾ പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇംപ്ലാന്റുകൾക്ക് 10 മടങ്ങ് അധികം വില നൽകിയാണ് രോഗികൾക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഏജന്റുമാരിൽ നിന്ന് ഡോക്ടർമാർക്ക് വൻതുകയും കമ്മീഷനായി ലഭിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് വളപ്പിൽ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ റീറ്റെയിൽ ഇംപ്ലാന്റ് വരുന്നതിനോട് ഇവർക്കും താൽപര്യമില്ല. മെഡിക്കൽ കോളേജിന് പുറമെ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ലൈഫ് കെയർ സെന്റർ ആരംഭിക്കാൻ ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ തയ്യാറാണെങ്കിലും ഇതാണ് സ്ഥിതി. രോഗികളെ കബളിപ്പിക്കാൻ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ചില ഡോക്ടർമാരുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് മുന്നിൽ ജനോപകാരപ്രദമായ ഒരു നീക്കം കൂടി നിശ്ചലമായിരിക്കുന്നു. വി ആർ കാർത്തിക്, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.